എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്സ്. എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റുമായിട്ട് ഡിഫറെൻ്റ് ആണ്. ഇൻലൈനിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സിൽ സെപ്പറേറ്റ് സ്റ്റൈൽ കൊടുത്തപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് സ്റ്റൈലിങ് കൊടുക്കാതെ എല്ലാ സ്റ്റൈലിങ്ങിനെയും കൂടെ ഒന്നിച്ച്, അല്ലെങ്കിൽ സ്റ്റൈൽ റൂൾസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക, ഒരുമിച്ച് ഒരു സ്ഥലത്ത്. ആ അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ HTML ഡോക്യുമെൻറ്റ്, ഇതാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ്. അതിൻ്റെ പേര് embedded.html. ആ പേരിലായിരിക്കും നമ്മൾ ഫോൾഡറിൽ സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിനുള്ളിൽ ഹെഡ് സെക്ഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചായിരുന്നു HTML എലമെൻറ്റ്സ് പഠിച്ച സമയത്ത്. HTML ഹെഡ്, ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ടാഗ്സ് പഠിച്ചു. അപ്പോൾ HTML ഡോക്യുമെൻറ്റിലെ ഹെഡ് സെക്ഷൻ, അന്ന് ഞാൻ പറഞ്ഞതാണ് ഹെഡ് സെക്ഷൻ ഇങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ടെന്ന്. ഹെഡ് സെക്ഷനുള്ളിലാണ് നമ്മുടെ സ്റ്റൈൽ എല്ലാം കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. സ്റ്റൈൽ എന്ന് പറയുന്ന എലമെൻറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ എലമെൻറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ സ്റ്റാർട്ട് ടാഗിനുള്ളിൽ തന്നെ ടൈപ്പ് കൊടുത്തു അല്ലേ. സ്റ്റൈൽ എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്നതിന് പകരം അതിനുള്ളിൽ തന്നെ ടൈപ്പ് = ടെക്സ്റ്റ് ബാർ CSS എന്ന് കൊടുത്തു. ദെൻ അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ സ്റ്റൈൽ റൂൾസ് നമ്മളിവിടെ എഴുതി. സ്റ്റൈൽ റൂൾസ് ഓരോന്നായിട്ട് എഴുതി. ദെൻ സ്റ്റൈൽ എലമെൻറ്റിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ കണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ട് ഈ പേജിൽ വേറെ എവിടെയെങ്കിലും പ്രത്യേകം ഇൻലൈനായിട്ട് സ്റ്റൈൽ കൊടുത്തത് കാണുന്നുണ്ടോ? ഇല്ല. എല്ലാ സ്റ്റൈലും കൂടെ ഒരുമിച്ച് ഹെഡ് സെക്ഷനുള്ളിൽ സ്റ്റൈൽ എലമെൻറ്റിനുള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യുക ചെയ്തത്. ഇതാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ആ സ്റ്റൈൽ റൂൾസ് ഒന്ന് നോക്കിക്കേ. ഇതിനുള്ളിൽ നമുക്ക് ക്ലാസ് സെലക്ടേഴ്സ് കാണാൻ പറ്റും. ക്ലാസ് സെലക്ടേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ക്ലാസ് സെലക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ P എടുക്കാം. P ഒരു ക്ലാസ് സെലക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന എല്ലാ എലമെൻസിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു P എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് സെലക്ടർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? HTML ഡോക്യുമെൻറ്റിലെ P എലമെൻറ്റിനുള്ളിൽ വരുന്ന എല്ലാ കണ്ടൻറ്റിനെയും, എല്ലാ P എലമെൻറ്റിലെയും എല്ലാ കണ്ടൻറ്റിനെയുമാണ് ഈ P ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റിലെ എല്ലാ പാരഗ്രാഫ് എലമെൻറ്റിലും അപ്ലൈ ചെയ്യേണ്ട റൂളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആ റൂളാണ് ഇവിടെ കേളി ബ്രാക്കറ്റ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൂൾ എപ്പോഴും കേളി ബ്രാക്കറ്റിനുള്ളിലായിരിക്കണം. എന്ന് വെച്ചാൽ റൂൾ ബോഡി എന്ന് പറയും. റൂൾ ബോഡി എന്ന് പറയുമ്പോൾ റൂൾ ബോഡിക്കകത്ത് എന്താ ഉണ്ടാവുക? റൂൾ ബോഡിയിലായിരിക്കും ആട്രിബ്യൂട്ട് വാല്യൂ പെയർസ്, റൂൾസ്, ഇൻഡിവിജ്വൽ റൂൾസ് എഴുതി വെക്കുന്നത് അതിനുള്ളിലായിരിക്കും. അപ്പോൾ റൂൾ ബോഡി എപ്പോഴും കേളി ബ്രാക്കറ്റിനുള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് സെലക്ടറും ഉണ്ടാവും, റൂൾ ബോഡി ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ഏത് എലമെൻറ്റ്സിലേക്കാണ് ഈ റൂൾസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്രൗസറെന്ന്. എന്തൊക്കെ റൂൾസാണ്? ഫോൺ സൈസ് 12, ഫോൺ ഫാമിലി, ഏരിയൽ അല്ലേ. ഏരിയലും 2 കൊടുത്തിട്ടുണ്ട്. ഏതാണോ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ആട്രിബ്യൂട്ട് വാല്യൂ പെയർസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോന്നും ക്ലാസ് സെലക്ടേഴ്സാണ്. ആ കൂടെ തന്നെ ഇതാ ഇവിടെ വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ഡോട്ട് സ്പെഷ്യൽ. ഡോട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ ഈ H1ഉം Pയും EMഉം ഒക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന എലമെൻറ്റ്സാണ്. അതല്ലാതെ ഏത് എലമെൻറ്റ്സിന് വേണേലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ആവശ്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ഓഫ് റൂൾസ്, ക്ലാസ് ഓഫ് പ്രസൻറ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റൈൽ ക്ലാസ്, ഇതിനെ സ്റ്റൈൽ ക്ലാസ് എന്ന് പറയും. ആ സ്റ്റൈൽ ക്ലാസ്സിന് വേണമെങ്കിൽ എനിക്കിവിടെ എൻ്റെ പേര് ആര്യ എന്ന് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പം ആ പേരിന് മുന്നിലൊരു ഡോട്ട് പീരിയഡ് ഉണ്ടാവണം. ഓക്കെ, ഒരു പീരിയഡ് ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ സ്റ്റൈൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ. ഈ സ്റ്റൈൽ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ സ്റ്റൈൽ ക്ലാസ് ഏത് എലമെൻറ്റിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ Pക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ EMന് അപ്ലൈ ചെയ്യാം, H1ന് അപ്ലൈ ചെയ്യാം, H2, H3, H4 ഏതിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്ലാസ് സെലക്ടർ കൊടുത്താൽ എന്താ പ്രശ്നം? എല്ലാ പാരഗ്രാഫിന് മാത്രമേ ഇത് അപ്ലൈ ആവുള്ളൂ. മനസ്സിലായോ? എന്തിനാണ് ക്ലാസ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? സ്റ്റൈൽ ക്ലാസ് എന്ന് പറയും. സ്റ്റൈൽ ക്ലാസ് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ഈ പറയുന്ന സ്റ്റൈലെല്ലാം ഈ എലമെൻസിലെല്ലാം അപ്ലൈ ആയിക്കോളും. ഇപ്പോൾ ഇത് H1 ആണ്. ഇവിടെ നോക്കിക്കേ, ഈ H1 നോക്കിക്കേ, ഇത് നോക്ക്, 30 ലൈൻ 30 നോക്കിക്കേ, ഇവിടെ ഒരു H1 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ സ്റ്റൈലിംഗ് ഒന്നും ഇൻലൈൻ സ്റ്റൈലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എല്ലാ H1 എങ്ങനെ ഡിസ്പ്ലേ ആവണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫോൺ ഫാമിലി ഇതായിരിക്കണം. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫോൺ ഫാമിലി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫോണ്ട് മാത്രം ഇങ്ങനെയാക്കും. ബൈ ഡിഫാൾട്ടായിട്ടുള്ള ഫോണ്ട് മാറ്റിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്റ്റൈലായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ വേറൊരു H1 ഉണ്ട്. പക്ഷേ ഈ കേസിൽ ഈ H1 റൂൾസ് ആയിരിക്കുകയില്ല ഇവിടെ അപ്ലൈ ചെയ്യുക. കാര്യം എന്താ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റൈൽ ക്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റൈൽ ക്ലാസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഏത് എലമെൻറ്റിലാണോ സ്റ്റൈൽ ക്ലാസ് യൂസ് ചെയ്യേണ്ടത് ആ എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗ്, ദെൻ ക്ലാസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം. അപ്പോൾ ഞാൻ നേരത്തെ ഇടയ്ക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ പേരിൽ. സോ അങ്ങനെയാണെങ്കിൽ ആര്യ ഇങ്ങനെ എഴുതും. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലാസ് ഈസ് ഈക്വൽ ടു സ്പെഷ്യൽ, അതായത് ക്ലാസ് നെയിം. ക്ലാസ് ഈസ് ഈക്വൽ ടു ക്ലാസ്സിന് നമ്മൾ കൊടുത്ത നെയിം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ H1 ഹെഡിങ് ഏത് രീതിയിലായിരിക്കും ഡിസ്പ്ലേ ആകുന്നത്? ഇതുപോലെയായിരിക്കും. ബാക്കി ഇവിടെ കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇത് ആ ഒരു പെർട്ടിക്കുലർ കളറിലായിരിക്കും ഡിസ്പ്ലേ ആകുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും എല്ലാം ഡിഫാൾട്ടായിട്ടുള്ള സ്റ്റൈൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ പി ടാഗ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡിസ്പ്ലേ ആവും. ഇനി ഈ പാരഗ്രാഫ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നത്? ഇതുപോലെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം ഇവിടെ ക്ലാസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് സെലക്ടേഴ്സും സ്റ്റൈൽ ക്ലാസ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും പ്രസൻറ്റേഷനും കണ്ടൻറ്റും തമ്മിലൊരു ക്ലിയർ സെപ്പറേഷൻ ഇല്ല. ഓരോ ലൈനിലും കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവസാനം സ്റ്റൈൽ വരുന്നത് എവിടെയാണ്? സെയിം HTML ഫയലിനുള്ളിൽ തന്നെയാണ് കണ്ടൻറ്റും സ്റ്റൈലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു ക്ലിയർ സെപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ കണ്ടൻറ്റ് ആൻഡ് പ്രസൻറ്റേഷൻ, ഒരു ക്ലിയർ സെപ്പറേഷൻ ഇവിടെയും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൈൽ ബോഡി കേട്ടോ. സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് എലമെൻറ്റിനുള്ളിലാണ് നമ്മൾ സ്റ്റൈൽ ബോഡി ഇടുക. സ്റ്റൈൽ ബോഡിയിൽ എന്താ ഉള്ളത്? ക്ലാസ് സെലക്ടേഴ്സ്, റൂളിൻ്റെ സെറ്റ് കേട്ടോ.